ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ അതാണ് ഈ ഉച്ചക്കൊക്കെ വെച്ച് ചോറൊക്കെ ഒന്ന് അധികം വരുന്ന സമയത്തേ നമുക്ക് രാത്രിത്തേക്കിന് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. വായോ, അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, ഉച്ചയ്ക്ക് വെച്ചതിന്റെ ബാക്കിയാണ് കേട്ടോ. അപ്പൊ അത് ഡിന്നറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ആണ്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ഒക്കെ എടുത്തത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ വേണേ, വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഒന്നും ഒഴിക്കേണ്ട, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് കൈവച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ മസാലകളൊക്കെ ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. അധികം ബലം കൊടുക്കാതെ മിക്സ് ആക്കണേ, അല്ലെങ്കിൽ ഈ ചോറൊക്കെ ആകെ കുഴഞ്ഞ് പോവും. ഇതുപോലെ ഒരുപാട് അങ്ങ് ചോറ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെ പോലെ കൈ വെച്ചൊന്ന് മിക്സ് ആക്കി ഇതുപോലെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതിലേക്ക് ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. വേണമെങ്കിൽ ഉഴുന്ന് ചേർക്കാം. ഇനി ഉഴുന്നും ഇല്ലെങ്കിൽ അതും ചേർക്കേണ്ട, കടുക് മാത്രം ചേർത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു സവാളേന്റെ പകുതി അതും കൂടെ ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നിറം മാറുന്ന രീതിയിലൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതിയേ. അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ താണ്ടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പില് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നിന്നാണ് കേട്ടോ ഈ പുക വരുന്നത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു കുഞ്ഞു തക്കാളിയാണ് കേട്ടോ, അത് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി തക്കാളിക്ക് ഒന്ന് വെന്ത് വരണം, അതുവരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ, ഞാനപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചേക്കുന്ന ചോറുണ്ടല്ലോ, അതിനും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സവാളയും തക്കാളിയും ഒന്നും ഇടാതെ ആ എണ്ണയ്ക്കകത്ത് കടുക് താളിച്ച് ഈ ചോറിട്ടൊന്ന് വഴറ്റി കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും കൊള്ളാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ചാൽ മതി. ഇതിന് വേറെ കറികളും വേണ്ട, ഒന്നും വേണ്ട, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബലം കൊടുത്ത് മിക്സ് ആക്കണ്ട, ചോറ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ദാണ്ടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ ആവാം കേട്ടോ. ഞാനിപ്പോ അതൊന്നും എടുക്കാതെ തന്നെ കഴിക്കുകയാണ്. അപ്പൊ ഒരല്പം എരിവ് കൂടിയതുപോലെ എനിക്കൊരു തോന്നൽ ഉണ്ടായിട്ടോ. കാര്യം ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കാം കേട്ടോ. നല്ല എരിവൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.